അമേരിക്കൻ TV അവതാരകയായ ഒപ്ര വിൻഫ്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ബീയിങ് എ മദർ ഇസ് നോട്ട് എ ബയോളജിക്കൽ പ്രോസസ്സ്. എന്ന് വെച്ചാൽ ഒരമ്മയാകാൻ പ്രസവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അമ്മയുടെ മനസ്സുണ്ടായാൽ മതി. അത് നമുക്കും ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അമ്മയില്ലാത്തവന് ഏത് വീട് എന്നത് വെറും ചോദ്യമല്ല. അമ്മ മരിക്കുമ്പോഴാണ് ഒരാൾ ശരിക്കും അനാഥനാകുന്നത്. അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ജീവിതത്തിൽ ആരെയും പേടിക്കാതെ സ്നേഹിക്കാനാവില്ല. നഷ്ടപ്പെടുമോ എന്ന പേടി അവരെ വല്ലാതെ വേട്ടയാടിയിരിക്കും. അമ്മ മരിച്ചു പോകുമ്പോൾ കുഞ്ഞുങ്ങളും അവരോടൊപ്പം മരിച്ചു പോകുന്നു. പക്ഷേ അതാരും അറിയുന്നില്ലെന്ന് മാത്രം. തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയല്ലാതെ ഒരാൾ നമ്മെ സ്നേഹിക്കുന്ന കാലം അമ്മ മരിക്കുമ്പോൾ അവസാനിക്കുന്നു. 60-ാം വയസ്സിലും മോനെ മോളെ എന്ന് വിളിക്കാൻ ആരുമില്ലാതാകുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. നമുക്ക് വേണ്ടി ചെറിയ കാര്യങ്ങൾക്ക് പോലും ആകുലപ്പെടാൻ ഇനി ഭൂമിയിൽ ഒരാൾ പോലും ബാക്കിയില്ല. കൽപ്പറ്റയുടെ ഭാഷയിൽ ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു. ആ കവിത ഇങ്ങനെയാണ്: അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം, ആരും എന്നെ സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടുപോയി. തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നതെന്നത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു. ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയില്ല. ഭൂമിയിലെ ഒരമ്മയും മരിക്കണ്ട, അമ്മ മനസ്സുള്ള ആരും മരിക്കണ്ട. ഇങ്ങനെയൊക്കെ ഉള്ളവർ ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത്. എനിക്കുറപ്പാണ്, അമ്മ മരിച്ചാൽ ഈ ലോകം അനാഥമാവും. ഒരമ്മ മരിക്കുമ്പോൾ ഒരു വീട്, അതിലെ മനുഷ്യർ, അവിടെയുള്ള ജീവജാലങ്ങൾ, അങ്ങനെ എത്ര പേരാണ് അവർ പോലും അറിയാതെ അനാഥരാകുന്നതും മരിച്ചു പോകുന്നതും. കാരണം തൻ്റെ വയ്യാഴികയിലും അടുപ്പിലെ പരിപ്പ് കരിയുന്ന മണം വരുന്നുണ്ടോ എന്ന് ആകുലതയിൽ ജീവിക്കുന്ന അവരുടെ ജീവിതം. അമ്മ മരിച്ചാൽ കെട്ടുപോകുന്നതേ ഉള്ളൂ ഈ ജീവിതത്തിൻ്റെ മുഴുവൻ വിളക്കുകൾ.